Hi dears, today I am going to introduce the first chapter on the subject Administration and Role of Teachers. Administration and Role of Teachers എന്ന് പറയുന്ന സബ്ജക്റ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. The first chapter is Educational Management, Meaning, Scope and Nature. അതായത് വിദ്യാഭ്യാസ ഭരണം അല്ലെങ്കിൽ നടത്തിപ്പ്, അതിന്റെ അർത്ഥം എന്താണ്, അതിന്റെ ലക്ഷ്യം എന്താണ്, അതിന്റെ സ്വഭാവം എന്താണ് എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ബിഫോർ ദാറ്റ് വി ഹാവ് ടു നോ വാട്ട് ഈസ് മാനേജ്മെന്റ്. അതിന് മുമ്പായിട്ട് നമുക്ക് എന്തറിയണം? മാനേജ്മെന്റ് എന്താണെന്ന് അറിയണം. The word manage comes from the Italian word managere, which means to handle. അതായത് മാനേജറെ എന്ന് പറയുന്ന ഇറ്റാലിയൻ വേർഡിൽ നിന്നാണ് മാനേജ് എന്ന് പറയുന്ന വേർഡ് ഉണ്ടായിട്ടുള്ളത്, വിച്ച് മീൻസ് ടു ഹാൻഡിൽ, അതായത് കൈകാര്യം ചെയ്യുക. ഇനി എന്താണ് മാനേജ്മെന്റ്? മാനേജ്മെന്റ് ഈസ് എ പ്രോസസ് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ വിത്ത് എയിം ഓഫ് അച്ചീവിംഗ് ഗോൾസ് ഇഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യന്റ്ലി. ലക്ഷ്യങ്ങൾ ഫലപ്രദമായും അതുപോലെ തന്നെ കാര്യക്ഷമമായും കൈവരിക്കാൻ ലക്ഷ്യബോധത്തോടെ ചെയ്യുന്ന പ്രവർത്തനങ്ങളെയാണ് എന്ത് പറയുന്നത്? മാനേജ്മെന്റ് എന്ന് പറയുന്നത്. The management has main 5 functions. There are planning, organizing, staffing, directing and controlling. മാനേജ്മെന്റിന് പ്രധാനമായിട്ടും 5 പ്രവർത്തനങ്ങളാണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നതാണ് പ്ലാനിങ്. പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിൽ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് തീരുമാനിക്കുക, അതാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ഓർഗനൈസിങ്. ഓർഗനൈസിങ് എന്ന് പറഞ്ഞാൽ സംഘാടനം, അതായത് പ്രവർത്തനങ്ങളെ നിർവചിക്കുകയും അതിന്റെ കൂടെ തന്നെ അത് ഗ്രൂപ്പാക്കി തിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് ഓർഗനൈസിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റാഫിംഗ് ആണ്. ശരിയായ ജോലിയിലേക്ക് ശരിയായ ജോലിക്കാരെ നിയമിക്കുക എന്നതാണ് സ്റ്റാഫിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഡിറക്റ്റിംഗ് ആണ്. ഡിറക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിർദ്ദേശങ്ങൾ നൽകുക. നിർദ്ദേശങ്ങൾ നൽകുക എന്ന് പറയുന്നത് ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുകയാണ്. നെക്സ്റ്റ് ലാസ്റ്റ് വൺ പറയുന്നത് കൺട്രോളിംഗ് ആണ്. യഥാർത്ഥ പ്രവർത്തനവും ആസൂത്രിത പ്രവർത്തനവും തമ്മിൽ പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് നോക്കുന്ന പ്രവർത്തനമാണെന്ന് കൺട്രോളിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് മാനേജ്മെന്റ് വർക്ക്സ് ഇൻ മെനി വേസ്. മാനേജ്മെന്റ് വിവിധ മേഖലകളിലൂടെ പ്രവർത്തിക്കുന്നു. ഏതൊക്കെയാണെന്ന് നോക്കാം. മാനേജ്മെന്റ് ആസ് എൻ ആർട്ട്, മാനേജ്മെന്റ് ആസ് എ സയൻസ്, മാനേജ്മെന്റ് ആസ് എൻ ഓർഗനൈസേഷൻ, management as a person, management as a discipline. So how management as an art? എങ്ങനെയാണ് മാനേജ്മെന്റ് ഒരു കലയായിട്ട് പ്രവർത്തിക്കുന്നത്? സംഘടനാ പ്രവർത്തനങ്ങളും ചുമതലകളും ആളുകളിലൂടെ നടപ്പിലാക്കുക എന്നതാണ് മാനേജ്മെന്റ് ആസ് ആൻ ആർട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് മാനേജ്മെന്റ് ആസ് എ സയൻസ്. ശാസ്ത്രമായിട്ട് എങ്ങനെയാണ് മാനേജ്മെന്റ് പ്രവർത്തിക്കുന്നത്? അതായത് ലോസ്, തിയറീസ്, പ്രാക്ടീസസ് എന്നിവയെ അടിസ്ഥാനമാക്കിയിട്ടാണ് മാനേജ്മെന്റ് പ്രവർത്തിക്കുന്നത്. അതുപോലെ സ്കൂളുകൾ ഉൾപ്പെടെ വിവിധ സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് സയൻസ് എന്നുള്ള രീതിയിൽ മാനേജ്മെന്റ് പ്രവർത്തിക്കുന്നത്. ഇനി മാനേജ്മെന്റ് ആസ് എൻ ഓർഗനൈസേഷൻ. എങ്ങനെയാണ് ഒരു സംഘടന എന്നുള്ള രീതിയിൽ മാനേജ്മെന്റ് പ്രവർത്തിക്കുന്നത്? അതായത് ലക്ഷ്യബോധത്തോടെയുള്ള ഒരു സ്ഥാപനത്തെ കെട്ടിപ്പടുക്കുക എന്നതാണ് മാനേജ്മെന്റ് ആസ് എൻ ഓർഗനൈസേഷൻ എന്ന നിലയിൽ മാനേജ്മെന്റ് പ്രവർത്തിക്കുന്നത്. നെക്സ്റ്റ് മാനേജ്മെന്റ് ആസ് എ പേഴ്സൺ. മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയാവാം അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികളാവാം. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് മാനേജ്മെന്റ് ആസ് എ പേഴ്സൺ എന്നുള്ള രീതിയിൽ നടക്കുന്നത്. ലാസ്റ്റ് വൺ മാനേജ്മെന്റ് ആസ് എ ഡിസിപ്ലിൻ. അച്ചടക്കം. അതായത് മാനേജ്മെന്റ് ഒരു അച്ചടക്കം എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അതായത് അടിസ്ഥാനപരമായിട്ടുള്ള ഭരണത്തിന്റെ തത്വങ്ങളെയും പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളെയും കുറിച്ചുള്ള പഠനത്തെ ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ മാനേജ്മെന്റ് ഡിസിപ്ലിൻ ആയിട്ട് പ്രവർത്തിക്കുന്നത്. നെക്സ്റ്റ് ആണ് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ്. വിദ്യാഭ്യാസ ഭരണം അല്ലെങ്കിൽ വിദ്യാഭ്യാസ നടത്തിപ്പ്. വാട്ട് ഈസ് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ്? Educational management is a process of planning, organizing, directing and controlling the activities of an institution by utilizing human and material resources so as to effectively and efficiently accomplish functions of teaching, extension work and research. അതായത് അധ്യാപനം, വിപുലീകരണ പ്രവർത്തനങ്ങൾ, ഗവേഷണം എന്നിവയുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നിർവഹിക്കുന്നതിന്
മാനുഷികവും ഭൗതികവുമായ വിഭവങ്ങൾ ഉൾപ്പെടുത്തി അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തി ഒരു സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയും സംഘടിപ്പിക്കുകയും നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് വിദ്യാഭ്യാസ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, നേച്ചർ ഓഫ് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ്. എഡ്യൂക്കേഷണൽ മാനേജ്മെന്റിന്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് ഈസ് എ യൂണിവേഴ്സൽ പ്രോസസ്. ഒരു യൂണിവേഴ്സൽ പ്രോസസ് ആണ് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ്. അതായത് ലോകത്തെമ്പാടും അല്ലെങ്കിൽ രാജ്യത്തെമ്പാടുമുള്ള ഒരു പ്രോസസ്സാണ് ഈ എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് ഈസ് എൻ ആർട്ട്. എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കലയാണ്. നെക്സ്റ്റ്, സോഷ്യൽ സയൻസ്, സാമൂഹിക ശാസ്ത്രമാണ് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ്. നെക്സ്റ്റ്, പ്രൊഫഷൻ. എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് ഈസ് എ പ്രൊഫഷൻ. ഇറ്റ് ഈസ് എ പ്രൊഫഷൻ. അതായത് എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു തൊഴിലാണ്. നെക്സ്റ്റ്, മൾട്ടി ഡിസിപ്ലിനറി സബ്ജക്ട്. എഡ്യൂക്കേഷണൽ മാനേജ്മെന്റിൽ വിവിധ തരം വിഷയങ്ങളാണ് ഉള്ളത്. നെക്സ്റ്റ്, ഡൈനാമിക് പ്രോസസ്. എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് ഈസ് എ ഡൈനാമിക് പ്രോസസ്. ചലനാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അല്ലെങ്കിൽ പ്രക്രിയയാണ് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ്. നെക്സ്റ്റ്, ഗോൾ ഓറിയന്റഡ് ആണ്. ഒരു ലക്ഷ്യബോധത്തോടെയുള്ള ഒരു പ്രോസസ്സാണ് എന്ത്? എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ്. നെക്സ്റ്റ്, ഗ്രൂപ്പ് ആക്ടിവിറ്റി. എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് ഈസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി. ഒരു ഗ്രൂപ്പായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റിനുള്ളത്. നെക്സ്റ്റ്, ലാസ്റ്റ് വൺ, സോഷ്യൽ പ്രോസസ്. എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് ഈസ് എ സോഷ്യൽ പ്രോസസ്. അതായത് സാമൂഹികമായിട്ടുള്ള പ്രക്രിയയാണ് എന്ത്? എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് എയിംസ് ഓഫ് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ്. വിദ്യാഭ്യാസ മാനേജ്മെന്റിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, അച്ചീവിംഗ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒബ്ജക്റ്റീവ്സ്. സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുക. സെക്കൻഡ് വൺ, ഓപ്റ്റിമൽ യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. മനുഷ്യവിഭവങ്ങളുടെ ഓപ്റ്റിമൽ ആയിട്ടുള്ള വിനിയോഗം. തേർഡ് വൺ, ഇംപ്രൂവിംഗ് ദ പ്രോസസ് ഓഫ് പ്ലാനിംഗ്, ഓർഗനൈസിംഗ് and implementing within the institution, creating, enhancing and measuring a positive public image of the institution. സ്ഥാപനത്തിനുള്ളിൽ ആസൂത്രണം ചെയ്യുന്നതിനും നടപ്പിലാക്കുന്നതിനുമുള്ള പ്രക്രിയ മെച്ചപ്പെടുത്തുക. അതുപോലെ തന്നെ സ്ഥാപനത്തിന്റെ പൊതുവായിട്ടുള്ള ഇമേജ് വർദ്ധിപ്പിക്കുക, അളക്കുക ഒക്കെ ചെയ്യുക. Fourth one, creating and maintaining a congenial and cohesive atmosphere, managing interpersonal conflict, stress, improving interpersonal with the community. വ്യക്തിപര വൈരുദ്ധ്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു വൈജ്ഞാനികവും യോജിച്ചതുമായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ സമൂഹവുമായിട്ടുള്ള വ്യക്തിബന്ധം മെച്ചപ്പെടുത്തുക. ഇതൊക്കെയാണ് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റിന്റെ എയിംസ്. Let's see the next topic, educational administration. വിദ്യാഭ്യാസ ഭരണം. Educational administration refers to guidance, leadership and control of the efforts of educational institutions or programs towards achievement of educational goals. വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയോ പ്രോഗ്രാമുകളുടെയോ മാർഗനിർദ്ദേശം, നേതൃത്വം, നിയന്ത്രണം എന്നിവയെയാണ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ സൂചിപ്പിക്കുന്നത്. Next, it is higher level authority that determines policies, identifies goals and lays down principles of running an educational institution or project. ഒരു സ്ഥാപനത്തിന്റെയോ പ്രൊജക്ടിന്റെയോ നടത്തിപ്പിന്റെ നയങ്ങൾ നിർണ്ണയിക്കുന്നതും അതുപോലെ തന്നെ ലക്ഷ്യങ്ങൾ തിരിച്ചറിയുന്നതിനും തത്വങ്ങൾ സ്ഥാപിക്കുന്നതിനും ഉയർന്ന വിദ്യാഭ്യാസപരമായ തലത്തിലുള്ള അധികാരിയെയാണ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ഫങ്ഷൻസ് ഓഫ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ. എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷന്റെ പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ്? ഫസ്റ്റ് വൺ, എക്സിക്യൂഷൻ. അതായത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ എല്ലാ പ്രവർത്തനങ്ങളും എക്സിക്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ നിർവഹിക്കുക. നെക്സ്റ്റ് വൺ, ഡിറക്ഷൻ. അതായത് സ്കൂളിന്റെ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നിർദ്ദേശം നൽകുക. അതുപോലെ തന്നെ സൂപ്പർവിഷൻ, എല്ലാ പ്രവർത്തനങ്ങൾക്കും മേൽനോട്ടം വഹിക്കുക. അതുപോലെ തന്നെ അഡ്വൈസ് ഓർ സ്റ്റിമുലേറ്റ്. അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് സ്കൂളിന്റെയോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയോ പ്രവർത്തനങ്ങൾക്ക് ഉപദേശം നൽകുക. അതുപോലെ തന്നെ അവർക്ക് ആ ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരെ ഉത്തേജിപ്പിക്കുക.
സി നെക്സ്റ്റ് ആണ് എക്സ്പ്ലോർ. അതായത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയോ അല്ലെങ്കിൽ ഒരു സ്കൂളിന്റെയോ പ്രവർത്തനങ്ങളെ കുറിച്ച് എക്സ്പ്ലോർ ചെയ്യുക അല്ലെങ്കിൽ അതിനെ കുറിച്ച് പഠിക്കുക. സി നെക്സ്റ്റ് ലീഡ് ഓർ അസിസ്റ്റ്. അതായത് ആ ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിലേക്ക് നയിക്കുക അല്ലെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യുക. ഇതൊക്കെയാണ് ഒരു എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷന്റെ ഫങ്ഷൻസ്. Then the last point is scope of educational administration. എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷന്റെ സ്കോപ്പ് എന്തെല്ലാമാണ്? ഫസ്റ്റ് വൺ പറയുന്നത് പ്ലാനിംഗ് ആണ്. പ്ലാനിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഗോൾ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. സെക്കൻഡ് വൺ പറയുന്നത് ബജറ്റിംഗ് ആണ്. അതായത് എക്സ്പെൻഡിച്ചറും ഇൻകവും കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ബജറ്റിംഗ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സി നെക്സ്റ്റ് ഓർഗനൈസിംഗ് ആണ്. ഓർഗനൈസിംഗിന് രണ്ട് ആസ്പെക്ട്സുകളാണ് ഉള്ളത്. ഫസ്റ്റ് വൺ പറയുന്നത് മെറ്റീരിയൽ എക്യുപ്മെന്റ്, സെക്കൻഡ് വൺ പറയുന്നത് ഹ്യൂമൻ എക്യുപ്മെന്റ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സസ്. Okay, these are the scope of educational administration. That's all there is in the first chapter. You have to read the textbook thoroughly. If you have any doubts, you can call me or message me. Okay, bye. Thank you.